ജപ്തിയായപ്പോൾ സമാധാനമല്ലോ. ജപ്തിയോ? ആ, ജപ്തിയായിട്ടുണ്ട് സാറേ. ഇപ്പൊ ഇവനൊരു ജപ്തി താങ്ങാനുള്ള ശേഷിയില്ല സാറേ. അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. സാറേ ഇപ്പൊ എത്ര രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ ഈ ജപ്തി ഇവിടെ നിന്ന് ഒഴിവായി തരാൻ പറ്റും? 12 ലക്ഷം അടയ്ക്കണം. എന്താണ് ഇത്ര ചിരിക്കാൻ? അല്ല സാറേ, ഇവനിവിടെ എടുത്തിട്ടുള്ള ആകെ 8 ലക്ഷം രൂപയാണ്. ആ, പിന്നെ നിങ്ങളിപ്പോൾ പലിശയ്ക്ക് ആയിട്ട് ഇപ്പം 12 ലക്ഷം ആക്കിയേക്കണേയാണല്ലോ. അതെ. പേര് സഹകരണം വാങ്ങുന്നു. മുട്ടൻ കോമഡി എടുത്ത് ചിരിച്ചോ സാറേ. സാറേ പഴയ പോലെ ഒന്നുമല്ല സാർ, കച്ചവടമൊക്കെ ഭയങ്കര മോശമാണ്. കുറച്ച് സാവകാശം കൂടെ തരുവാണെങ്കിൽ. സാവകാശം ഇനി നടക്കൂല രാഷേ, ആ സീനൊക്കെ കഴിഞ്ഞു. സാറേ പ്ലീസ്. നടക്കൂല രാഷേ. അതെ സാറേ, ഇപ്പം എത്ര രൂപ അടയ്ക്കണം? എത്ര അടയ്ക്കും? അല്ല, എത്ര അടയ്ക്കണം ഇതൊന്ന് ഒഴിവാനായിട്ട്? 4 ലക്ഷം. ഒരു 4 ലക്ഷം അടച്ചാൽ ഞാൻ ജപ്തി ഒഴിവാക്കി തരാം. 4 ലക്ഷമോ? ആ, അതല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നുള്ളൂ. ഒരാഴ്ച സമയമുണ്ടല്ലോ, എവിടെ നിന്നെങ്കിലും കാശ് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടി നോക്ക്. അപ്പം ശരി, കാണാം. താങ്ക് യു സാർ. ശരി, ആ വാ, കയറി വാ. ഡാഷ കാശിനെന്ത് ചെയ്യൂടാ? ഒരു പിടിയുമില്ല. നമുക്ക് രാജിയോടൊന്ന് ചോദിച്ചാലോ? നല്ല പൊന്നു ആളാ, ഇപ്പൊ കിട്ടും കാശ്. അല്ല, അവളുടെ കല്യാണത്തിന് വേണ്ടിയല്ലേ ലോൺ എടുത്ത്, അപ്പൊ അടയ്ക്കേണ്ട ഉത്തരവാദിത്തം അവക്കുണ്ട്. ആ, അങ്ങോട്ട് എന്നാ ഇല്ലാത്ത കടത്തിന്റെ കഥയും പറഞ്ഞ് അവള് നമ്മളോട് കാശ് ചോദിക്കും. അപ്പഴാ എടാ മുഴുവനല്ലടാ, ഇപ്പൊ ജപ്തി ഒഴിവാക്കാൻ 4 ലക്ഷം കിട്ടിയാ ഓക്കെ. അത് അവള് വിചാരിച്ചാൽ ഈസി ആയിട്ട് നടക്കും. അത് നിന്റെ കിട്ടുമ്പോൾ തിരിച്ചു കൊടുത്താൽ പോരെ. ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും അന്വേഷിക്കാത്ത ആളാണ് ലോൺ അടക്കാൻ പോണത്. നിങ്ങൾ നടക്കണ കേസ് വല്ലതും പറഞ്ഞു ചേട്ടാ. എടാ ഒന്നുമില്ലേലും നിന്റെ കൂടപ്പുറപ്പല്ലേ, ഇപ്പൊ വല്ല മാറ്റം വന്നെങ്കിലാ ഒന്ന് പോയി ചോദിച്ചു നോക്കടാ. ആ, എന്നാ പോയി ചോദിക്കാം. അതാണ് നമ്മളെന്ത് ചോദിക്കുന്നു, രാജി കെട്ടി കിടക്കിന് കാശ് എടുത്തായിരുന്നു, നമ്മൾ ബാങ്കി കൊണ്ടായിരുന്നു, എല്ലാം സ്വന്തം. അങ്ങനെയുണ്ട്. പിന്നെ രാജി കാശ് വരുമ്പോൾ കൂടുതൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ നിൽക്കണ്ട കേട്ടോ. നല്ലേ രാജേഷ്, ഇവിടെ ഇരിക്കാണ് അമ്മ. ഇവിടെ വിൻചേട്ടൻ എന്തൊക്കെയുണ്ട്? രാജി, ഇത് നമ്മുടെ ബോർവെൽ ഉണ്ടാക്കിയതാ. ചേട്ടാ വന്നേ. നിങ്ങളിപ്പോ വന്ന് നന്നായി. ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ബാങ്കിൽ പോണേ. 5 മാസമായിട്ട് ഈ വീടിന്റെ ലോൺ അടച്ചിട്ടില്ല. അല്ല, രമേശൻ വിചാരിച്ച എന്റെ വിൻചേട്ടാ പറയുമ്പോ ചേട്ടൻ ഗൾഫിലാണ്. പക്ഷെ കിട്ടണ കാശ് അവിടത്തെ ചെലവിന് തന്നെ തികയണില്ലെന്നേ. എന്റെ സ്വർണ്ണാണെങ്കിൽ മൊത്തം പണയത്തിലാ. അല്ലെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും ലോൺ അടയ്ക്കായിരുന്നേ. കഷ്ടം. എടാ, ഞാൻ വീട്ടിലേക്ക് വരായിരിക്കുന്നായിരുന്നു. നിന്റെ കാശ് എന്തെങ്കിലും ഇരിക്കണ്ടോന്ന് അറിയാൻ. ഒന്ന് മറിച്ചാ മതി, ഞാൻ തിരിച്ചു തരാം. ഞങ്ങളെന്നാ പിന്നെ ഇറങ്ങട്ടെ. അല്ലടാ, ചായ അടിച്ചിട്ട് പോവാം. അത് വേണ്ടടി. പിന്നെ 2 മാസം മുന്നേ നീ പറഞ്ഞത് സ്വർണം വിറ്റെന്ന, ഇപ്പൊ പറഞ്ഞപ്പോ അത് പണയത്തിലേ. നീ അടുത്ത തവണ പറയുമ്പോഴേ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ, അല്ലെങ്കിലേ നീ നോണ പറയുകയാണെന്ന് വിചാരിക്കും. നിന്റെ പെങ്ങളോ ഓസ്കാർ ആയിട്ടോട്ടാ, അതിലും വലുതാ.